നമസ്കാരം. 9 മണി ഒറ്റനോട്ടം ആരംഭിക്കുന്നു. മനുഷ്യക്കടത്തിൽ നിർണായക വഴിത്തിരിവ്. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ നിർണായക വഴിത്തിരിവ്. മുനമ്പം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആൾ പിടിയിലായി. പ്രഭുവാണ് പോലീസ് പിടിയിലായത്. ഇയാളുമായി പോലീസ് കേരളത്തിലേക്ക് ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേർന്നു. ഡൽഹി, എപ്പോഴാണ് ഇയാൾ പിടിയിലായത്? ഇയാൾ ഡൽഹി സ്വദേശി തന്നെയാണെന്ന് ഉറപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് പ്രഭു സനു പാണ്ഡ്യൻ എന്ന ഈ മനുഷ്യക്കടത്ത് കേസിൽ ബന്ധമുള്ള കേരളത്തിലെത്തി തിരിച്ചു വന്നയാളെ പോലീസ് പിടികൂടിയത്. ഇയാൾക്ക് വേണ്ടി വലവിരിച്ചിരിക്കുകയായിരുന്നു പോലീസ്. 230ഓളം ആൾക്കാർ മൊത്തം മുനമ്പം വഴി കടക്കാൻ ശ്രമിക്കുകയും അതിൽ 19ഓളം പേർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഈ ബോട്ടിൽ സ്ഥലമില്ലാത്തത് കൊണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി അംബേദ്കർ നഗറിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നത്. ഇപ്പോൾ പ്രഭുവിനെ പിടിയിലായതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യലിൽ ഇന്നലെ രാത്രി തന്നെ വിധേയമാക്കിയിരുന്നു. ഇന്നലെ ഡൽഹി പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് പ്രഭുവിനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തിരുന്നത്. ഇയാൾ ചെന്നൈയിൽ നിന്നും വിമാനം വഴിയാണ് ഡൽഹിക്ക് എത്തിയിരുന്നത്. പ്രഭുവിനെ ചോദ്യം ചെയ്യലിന് മനസ്സിലായ കാര്യം മനുഷ്യക്കടത്തിന് പിന്നിൽ വലിയ ആസൂത്രണങ്ങളും ആലോചനകളും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ആൾക്കാർ 1.5 മാസം മുമ്പ് തന്നെ ഈ കപ്പൽ റെഡിയാക്കി വെക്കുന്നതിനുള്ള സന്നാഹങ്ങളും മറ്റും നടത്തിയിരുന്നു. ആ രീതിയിലുള്ള വലിയ നീക്കങ്ങൾ നടന്നിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ചും ഒപ്പം കേരളത്തിലും തമിഴ്നാട്ടിലുമായി. ഇതിന്റെ വിശദാംശങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരകരായ രവീന്ദ്രൻ, ശ്രീകാന്ത് തുടങ്ങിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഏതായാലും പ്രഭുവിനെ കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രഭുവിനെ കേരളത്തിലെത്തിച്ച് തുടർ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ശ്രീകാന്ത് അടക്കമുള്ള മറ്റ് തിരിച്ചെത്തിയ ആൾക്കാർക്ക് വേണ്ടി പോലീസ് ഇപ്പോഴും തിരച്ചിലും അന്വേഷണവും തുടരുകയാണ്. ഒപ്പം തന്നെ എന്തായാലും ഇയാളെ പിടിക്കാൻ സാധിച്ചത് കേസിന് എത്രത്തോളം നിർണായകമാകും? പ്രത്യേകിച്ചും ഇയാൾ ഈ സംഘത്തിൽ ഉൾപ്പെടുന്ന ആൾ കൂടിയാണല്ലോ. രഞ്ജിനി, തീർച്ചയായും അത് തന്നെയാണ് ഈ കേസിൽ ഒരു വഴിത്തിരിവാകുന്ന ഘടകം. കാരണം ഇത്രയും നാളായിട്ടും മുനമ്പത്ത് നിന്ന് മനുഷ്യക്കടത്ത് നടന്നു എന്ന സൂചനകൾ ലഭിച്ചിട്ടും ആദ്യം അത് ഓസ്ട്രേലിയയിലേക്കാണെന്ന് കരുതി. പിന്നീട് ഇപ്പോൾ പിടിയിലായവരിൽ നിന്നും ലഭിക്കുന്ന വിവരപ്രകാരം അത് കൃത്യമായി ന്യൂസിലാൻഡിലേക്ക് ആസൂത്രണം ചെയ്ത് നടത്തിയ നീക്കമാണെന്നാണ് മനസ്സിലാവുന്നത്. ഈ ഒരു മനുഷ്യക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, അതിന്റെ ചുരുളഴിയുന്നതിന് വളരെ നിർണായകമായ ഒരു ഘട്ടം തന്നെയാണിത്. കാരണം ആ സംഘത്തിലുണ്ടായിരുന്ന അവിടെ എത്തി തിരിച്ചു വന്നയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കപ്പലിൽ നിന്നും പുറപ്പെട്ടു പോകുന്നതുവരെ, ബോട്ടിൽ നിന്നും പുറപ്പെട്ടു പോകുന്നതുവരെ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്, എവിടെയൊക്കെ പോയിരുന്നു, ഏതൊക്കെ അംഗങ്ങൾ ഉണ്ടായിരുന്നു, എത്ര പണം നൽകിയിരുന്നു തുടങ്ങിയ വിവരങ്ങൾ, അതിന്റെ ഏജന്റുമാർ ആരായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാഥമികമായ ചില അഭ്യൂഹങ്ങളും സൂചനകളും മാത്രമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ അത് കൃത്യമായി സ്ഥിരീകരിക്കാനുള്ള ഒരു മാർഗമായി ഈ പ്രഭുവിനെ പിടികൂടിയത് മാറുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടപ്പെടുന്നത്. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ നിർണായക വഴിത്തിരിവ്. മുനമ്പം തുറമുഖം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച തിരികെ എത്തിയ ആൾ ഡൽഹിയിൽ പിടിയിലായി. ദില്ലി സ്വദേശി പ്രഭുവാണ് പോലീസ് പിടിയിലായത്. വിശദാംശങ്ങളുമാണ് എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നൽകുന്നത്. വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചു എന്ന പരാതിയിൽ 3 വർഷം കഴിഞ്ഞിട്ടും പ്രതികളെ പിടിക്കാതെ പോലീസ്. കാനഡയിലേക്കെന്ന് പറഞ്ഞ് വ്യാജ വിസ നൽകിയ ശേഷം കണ്ടെയ്നറിൽ വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി. 3 വർഷം മുൻപാണ് വ്യാജ വിസ നൽകി കബളിപ്പിക്കുന്നത്. അവർ കൊണ്ടുപോകുന്ന രീതി എന്ന് വെച്ചാൽ കണ്ടെയ്നർ പ്ലസ് അല്ലെങ്കിൽ ഷിപ്പ്, ഇതാണ് അവരുടേത്. ഇതിനകത്ത് നമുക്ക് എത്ര പേര് ജീവനോടെ തിരിച്ചു വരും, മരിച്ചു പോകും എന്നൊന്നും നമുക്കറിയത്തില്ല. മുനമ്പത്തെ മനുഷ്യക്കടത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് വിവരിക്കാൻ ഇവർ തയ്യാറായത്. 2015 കാനഡയിലേക്കെന്ന വ്യാജേന തിരുവനന്തപുരം സ്വദേശി പ്രമോദ് 15 പേരെ മലേഷ്യയിലേക്ക് കൊണ്ടുപോയത്. തുടർന്ന് ഇവരെ കണ്ടെയ്നറിൽ കയറ്റി മലേഷ്യയിൽ നിന്ന് കൊണ്ടുപോകാനായിരുന്നു ശ്രമം. ഇതിന് തയ്യാറാകാത്തതോടെ 3 മാസത്തോളം മലേഷ്യയിൽ തടവിലാക്കി. കൂട്ടത്തിൽ 5 പേർ രക്ഷപ്പെട്ട് നാട്ടിലെത്തി. ബാക്കിയുള്ളവരെ വിമാനത്തിൽ തായ്ലൻഡിൽ ഉപേക്ഷിച്ച് സംഘം കടന്നു. 10-15 പേരിൽ നിന്നും 1.5 കോടി രൂപയോളം പറ്റിച്ച റിട്ടയർഡ് പോലീസുകാരൻ നേശമണിയുടെ മകൻ പ്രമോദിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ പോലീസ് ഇന്നുവരെ ശ്രമിച്ചിട്ടുണ്ട്. പോലീസിലെ ഏത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടും എല്ലാ രീതിയിലുള്ള ബന്ധവും പ്രമോദിനും നേശമണിക്കും ഉണ്ട്. പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും അടക്കം പരാതി നൽകിയിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ലെന്നും പരാതിക്കാർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
പലിശരഹിത നിക്ഷേപത്തിന്റെ പേരിൽ ഹീര ഗ്രൂപ്പ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തിയത് 25 കോടിയുടെ തട്ടിപ്പെന്ന സഹായിയുടെ മൊഴി. ലാഭവിഹിതം ലഭിക്കാതെ നിക്ഷേപകർ രംഗത്തെത്തിയതോടെയാണ് തട്ടിപ്പിന്റെ കഥ പുറംലോകമറിഞ്ഞത്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടന്ന സമാനമായ തട്ടിപ്പ് കേസുകളിൽ റിമാൻഡിലാണ് ഹീര ഗ്രൂപ്പ് ഉടമ എന്ന് പരിചയപ്പെടുത്തിയ ഹൈദരാബാദ് സ്വദേശിനി നൌഹീറ ഷെയ്ഖ്. 2013 ജനുവരിയിലാണ് ഹീര ഗ്രൂപ്പ് മലബാർ കേന്ദ്രീകരിച്ച് ബിസിനസ് തുടങ്ങിയത്. പലിശരഹിത ലാഭവിഹിതം എന്ന പേരിൽ നിക്ഷേപകരിൽ നിന്നും കോടികൾ സ്വീകരിച്ചു. 2018 മെയ്യിൽ ലാഭവിഹിതം നിലച്ചതോടെ നിക്ഷേപകർ പോലീസിനെ സമീപിച്ചപ്പോഴാണ് ഹീര ഗ്രൂപ്പ് ഉടമ നൌഹീറ ഷെയ്ഖ് തട്ടിപ്പ് കേസിൽ മുംബൈയിൽ ജയിലിലാണെന്നറിയുന്നത്. 17 പേർ ഇതുവരെ പോലീസിൽ പരാതി നൽകി. ഇതിനിടെ കേരളത്തിലെ മാനേജർ മുംബൈ സ്വദേശി മുഹമ്മദ് ഒമർ ബക്കയ്യ ലൈ ഷെട്ടി അറസ്റ്റിലായി. കോഴിക്കോട് ഓഫീസ് കേന്ദ്രീകരിച്ചു മാത്രം 525 പേരിൽ നിന്നായി 25 കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചതായാണ് മുഹമ്മദിന്റെ മൊഴി. ഓരോ 3 മാസം കൂടുമ്പോഴും ലാഭവിഹിതം ലഭിക്കുമെന്നായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം. ഒരു മന്ത്ലി നിക്ഷേപവും അതുപോലെ തന്നെ വർഷത്തിൽ കിട്ടുന്ന നിക്ഷേപവും അത് ഒരു വർഷം എന്നുള്ളത് ഇവർ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അല്ലെങ്കിൽ ഇവരെ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ യാതൊരു പ്രഖ്യാപനവും ഇല്ലാതെ 2 വർഷത്തേക്കാക്കി. അങ്ങനെ ആളുകൾ ഇതിൽ നിന്ന് മെല്ലെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി, ഓരോരോ പിൻവലിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് ഇത് ബോധ്യമാവുകയും അവർ ചില ആളുകൾ പൈസ കിട്ടാതിരുന്നപ്പോൾ ഇതുമായിട്ട് കേസുമായിട്ട് മുമ്പോട്ട് പോയി. ഇതിനിടെ ഹീര ഗ്രൂപ്പ് ഉടമ ഹൈദരാബാദ് സ്വദേശിനി നൌഹീറ ഷെയ്ഖ് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടി. അതിന് ഞങ്ങൾ കാര്യമായിട്ട് സംശയിക്കുന്നത് ഗവൺമെന്റ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിൽ ഒരു ഫോളോ അപ്പ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പേരിനൊരു ജൂനിയർ വക്കീലിനയച്ച് അവർക്ക് കേസിനെ പറ്റി കാര്യമായിട്ട് അറിയാത്ത ഒരു വക്കീലാണ് അറ്റൻഡ് ചെയ്യാൻ പോയത്. സമാനമായ തട്ടിപ്പ് കേസുകളിൽ മുംബൈ ബൈക്കുള വനിതാ സെൻട്രൽ ജയിലിലാണ് നൌഹീറ ഇപ്പോൾ. തെലങ്കാനയിലെ ബൽജാര ഹിൽ, താനെ, മുംബ, നിസാംപുര പോലീസ് സ്റ്റേഷനുകളിലും മുംബൈ എക്കണോമിക് ഓഫൻസ് വിംഗിലും നൌഹീറയ്ക്കെതിരെ കേസുകളുണ്ട്. 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള തട്ടിപ്പ് കേസായതിനാൽ ലോക്കൽ പോലീസ് അന്വേഷണത്തിന് പരിമിതികളുണ്ട്. ഇതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് നീക്കം. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്. പലിശരഹിത ലാഭവിഹിതം എന്ന പേരിൽ ഹീര ഗ്രൂപ്പ് കോടികൾ തട്ടിയത് ഇസ്ലാം മതവിശ്വാസത്തെ ചൂഷണം ചെയ്ത് കമ്പനി വിതരണം ചെയ്ത ബ്രോഷറിലടക്കം പലിശ പാപമാണ് എന്ന് പ്രചരിപ്പിച്ചാണ് വിശ്വാസികളെ വലയിലാക്കിയത്. പൊതുസമൂഹത്തിൽ അപമാനിതരാകുമെന്ന് കരുതിയാണ് തട്ടിപ്പിനിരയായവരിൽ പലരും രംഗത്ത് വരാത്തത് എന്ന് പരാതിക്കാർ പറയുന്നു. പലിശ എന്ന പാപത്തിൽ നിന്നും സഹോദരി സഹോദരന്മാരെ രക്ഷിക്കുക, ഇങ്ങനെയാണ് ഹീര ഗ്രൂപ്പ് കേരളത്തിൽ വിതരണം ചെയ്ത ബ്രോഷറിന്റെ ഉള്ളടക്കം. ബിസിനസിന് ചേരുവയായി വിശ്വാസത്തെയും കൂടെ കൂട്ടി. ഇസ്ലാം മതവിശ്വാസപ്രകാരം പലിശ നിഷിദ്ധമായിരിക്കെ കച്ചവടത്തിൽ നിന്നുള്ള ലാഭം തരാമെന്നായിരുന്നു വാഗ്ദാനം. വിശ്വാസികളെ ആകർഷിക്കാനായി ലക്ഷങ്ങൾ പൊടിച്ച് കോഴിക്കോട് ഇഫ്താറുകളും സംഘടിപ്പിച്ചു. ഇതിൽ വഞ്ചിതരായ വിശ്വാസികളാണ് പണം നൽകിയതിൽ മുഴുവനും. ഹലാലായ മാർഗത്തിൽ കൂടെ ഇത് ബിസിനസ് കച്ചവടത്തിൽ കൂടി ഉണ്ടാക്കുന്ന പണമാണ്, അല്ലാതെ പലിശയിൽ കൂടെ അല്ല. പലിശ ഹറാമാണ്. അവരുടെ ബ്രോഷറിലൊക്കെ കൃത്യമായിട്ട് നമുക്കത് കാണാം. പുറത്തുള്ള ഈ അവരെ ഫോട്ടോയിൽ കാര്യങ്ങൾ വരെ ഹിജാബ് എന്ന് പറഞ്ഞൊരു മുസ്ലിംസിൻ്റെ ഒരു രീതിയുണ്ട്, മൂക്ക് മറച്ചില്ല. ആ രീതിയിലാണ് അവർ പുറത്തേക്ക് വന്നത്. അതിൽ കൂടെ തന്നെ ഈ വിശ്വാസത്തെ കൃത്യമായിട്ട് അവർ ചൂഷണം ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ലാഭവിഹിതമായി ലഭിച്ച പണവും കൂടി ചിലർ ഹീര ഗ്രൂപ്പിൽ നിക്ഷേപിച്ചു. പൊതുസമൂഹത്തിൽ അപമാനിതരാകുമെന്ന് കരുതി പലരും പരാതിയുമായി രംഗത്ത് വരാനും മടിക്കുന്നു. വർഷങ്ങളായിട്ട് കോഴിക്കോട് ചിരപരിചിതനായ രാജസ്ഥാനിലെ ജോധ്പൂർ സ്വദേശിയായ സുലൈമാനാണ് ഈ ഹീര ഗോൾഡിനെ കോഴിക്കോട്ടേക്ക് പരിചയപ്പെടുത്തുന്നത്. അതിലുള്ള വിശ്വാസ്യതയും പിന്നെ പലിശരഹിതമായുള്ള കാര്യങ്ങളാണ്, മറ്റു കാര്യങ്ങളാണെന്നൊക്കെയുള്ള ഈ ഒരു വിശ്വാസമാണ് അവർ ചൂഷണം ചെയ്തത്. ഇതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമുക്കത് കൃത്യമായിട്ട് അന്വേഷിക്കാനോ ഇതാക്കാനോ കഴിഞ്ഞിട്ടില്ല. അനുബന്ധ ബിസിനസ്സുകൾ എന്ന് പരിചയപ്പെടുത്തിയതിലേറെയും മതവുമായി ബന്ധപ്പെട്ടവയാണ്. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഹജ്ജ്, ഉംറ സർവീസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ചിത്രങ്ങൾ സഹിതം ബ്രോഷറിലുണ്ട്. 4 ഭൂഖണ്ഡങ്ങളിലായുള്ള ബിസിനസ് സാമ്രാജ്യമെന്ന് സൂചിപ്പിക്കുന്ന മാപ്പും ഒപ്പം വൻകിട കെട്ടിടങ്ങളുടെ ചിത്രങ്ങളും പ്രചരിപ്പിച്ചു. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രദീപ് നാരായണൻ ചേരുന്നു. പ്രദീപ്, എന്തായാലും 2013 ഹീര ഗ്രൂപ്പ് മലബാർ കേന്ദ്രീകരിച്ച് ബിസിനസ് ആരംഭിക്കുന്നത്. അതിൽ കോഴിക്കോട് നിന്നും മാത്രമായാണ് ഇപ്പോൾ 25 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിയെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, ഈ 2013 മുതൽ 2018 ഒക്ടോബർ വരെ, അതായത് കോഴിക്കോട് ചെമ്മങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 2018 ഒക്ടോബറിലാണ്. ഈ കാലയളവിലാണ് ഇത്രയും ഭീമമായ ഒരു തുക നിക്ഷേപകരിൽ നിന്നായി ഹീര ഗ്രൂപ്പ് തട്ടിപ്പ് നടത്തിയെന്ന കാര്യം പുറത്തു വരുന്നത്. ഇപ്പോൾ കേവലം 17 പേർ മാത്രമേ ഈ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളൂ എന്നാണ് പോലീസ് നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷണ സമയത്തും ഒക്കെ തന്നെയും വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം. അപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അറസ്റ്റിലായത് ഒരേ ഒരു വ്യക്തിയാണ്. ഹീര ഗ്രൂപ്പ് ഉടമ നൗഹീരയുടെ സഹായി കേരളത്തിലെ മാനേജർ മുഹമ്മദ് ഒമർ ബക്കയ്യ ലൈ ഷെട്ടി എന്ന് പറയുന്ന ആളാണ് അറസ്റ്റിലായത്. ഇദ്ദേഹത്തിന്റെ മൊഴിയാണ് ഏറ്റവും സുപ്രധാനമായി നമുക്ക് പറയാറുള്ളത്. കാരണം 25 കോടി രൂപ, അതായത് 525 ഇടപാടുകാരിൽ നിന്നായി 25 കോടി രൂപ തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ നിക്ഷേപമായി സ്വീകരിച്ചു എന്ന ഒരു മൊഴിയാണ് ഈ മുഹമ്മദ് ഒമർ പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിനിടയിലാണ് ഇപ്പോൾ ഈ ഹീര ഗ്രൂപ്പിന്റെ ഉടമ നൗഹീര ഉൾപ്പെടെ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നൗഹീര ഇപ്പോൾ മുംബൈയിലെ വനിതാ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമാനമായ തട്ടിപ്പ് കേസുകൾ സംസ്ഥാനത്തിന് പുറത്ത് ഹൈദരാബാദ്, തെലങ്കാന, മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും നടത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ തന്നെയും ഈ കേസുകളിൽ പല സ്ഥലങ്ങളിലായി റിമാൻഡിൽ കഴിയുകയാണ്. റിമാൻഡ് കാലാവധി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവിധ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കേരള പോലീസിന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെയും ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടില്ല. അതായത് നേരത്തെ തന്നെ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ വാറണ്ട് പ്രകാരം ഈ കേരള പോലീസ് അന്വേഷണ സംഘം മുംബൈയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇവിടെ മുംബൈ എക്കണോമിക് ഒഫൻസ് വിങ്ങിന്റെ കസ്റ്റഡിയിലായതിനാൽ അവർക്ക് അന്ന് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചില്ല. ഈ പോലീസിന്റെ നീക്കം മനസ്സിലാക്കിയാണ് നൗഹീരയുടെ അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ച സീനിയർ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള സീനിയർ അഭിഭാഷകൻ ആ ദിവസം അവധിയാവുകയും പകരം ജൂനിയറായിട്ടുള്ള ഒരു അഭിഭാഷകൻ എത്തി. അതുകൊണ്ട് തന്നെയും ഇവർക്ക് ജാമ്യം ലഭിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതിക്കാർ തന്നെ പറയുന്ന ഒരു കാര്യം. എന്തായാലും വലിയൊരു തട്ടിപ്പിന്റെ ചുരുളാണ് ഇപ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 25 കോടി എന്ന ഈ പ്രതി മൊഴി നൽകുമ്പോഴും ഇതിൽ കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്ത് വന്നാൽ ഇതിന്റെ വ്യാപ്തി കൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവർ തന്നെ ഈ തട്ടിപ്പിനിരയായ ആളുകളുടെ ഒരു കൂട്ടായ്മ വിളിച്ചു ചേർത്തപ്പോൾ 167 പേർ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ പരാതിക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 17 പേർ മാത്രമേ പോലീസിൽ നേരിട്ട് പരാതി നൽകിയിട്ടുള്ളൂ. ഈ 167 പേർ കൂടി മുഴുവനായും പരാതി നൽകുകയാണെങ്കിൽ ഭീമമായ ഒരു തുകയുടെ ഒരു തട്ടിപ്പിന്റെ കഥ പുറത്തു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ പലവിധ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. 300 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിന് പരാതി ലഭിച്ച പ്രകാരം 17 പേരുടെ പരാതി പ്രകാരം 2,42 ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പാണ് നടന്നതെന്ന് പോലീസ് കൃത്യമായി പറയുന്നു. അപ്പോഴും 25 കോടി രൂപ നിക്ഷേപം സ്വീകരിച്ചു എന്ന് ഈ പ്രതി മൊഴി നൽകിയിട്ടുമുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇസ്ലാം മത വിശ്വാസികളെ അവരുടെ വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവർ ഈ കേരളത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ്. കോഴിക്കോട് ഫ്രാൻസിസ് റോഡിന് സമീപമുള്ള MK റോഡിൽ വലിയൊരു വീട് വിലക്ക് വാങ്ങി അവിടെ ഓഫീസ് സ്ഥാപിച്ചാണ് ഇവർ തട്ടിപ്പിന് ആസൂത്രണം ചെയ്തത്. ഇതിന്റെ ഭാഗമായി റെസിഡൻസ് അസോസിയേഷനുകളുടെ പരിപാടികൾക്ക് വൻതുക സംഭാവന നൽകുന്നു. അവരുടെ പരിപാടികളിൽ ഭക്ഷണം ഉൾപ്പെടെ സ്പോൺസർ ചെയ്യുന്നു. ഒപ്പം ആഡംബര ഹോട്ടലുകളിൽ ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നു. ഇവിടേക്ക് ഇടപാടുകാരെ, നിക്ഷേപകരെ വിളിച്ചു വരുത്തുന്നു. മുൻപ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിക്ഷേപം നടത്തി ലാഭവിഹിതം കൈപ്പറ്റിയ ആളുകളെ കൊണ്ടുവരുന്നു. അവരുടെ അനുഭവങ്ങൾ ആ വേദിയിൽ വെച്ച് പറയുന്നു. അങ്ങനെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട്, കൃത്യമായി പറഞ്ഞാൽ വലയിൽ വീഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ നിക്ഷേപം സ്വീകരിച്ചതും പിന്നീട് തട്ടിപ്പ് നടത്തിയെന്ന് വ്യക്തമായത്. എന്തായാലും 2018 മെയ് വരെ പല ആളുകൾക്കും നിക്ഷേപത്തിന്റെ ലാഭവിഹിതം എന്ന രീതിയിൽ പണം ലഭിച്ചിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് പണം മുടങ്ങുന്ന സ്ഥിതി ഉണ്ടായതും പോലീസിൽ പരാതിയുമായി ആളുകൾ രംഗത്ത് വരികയും ചെയ്തത്. എന്തായാലും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് ഇപ്പോൾ സാധ്യത. രഞ്ജിനി, വിശദാംശങ്ങളാണ് കോഴിക്കോട് നിന്നും പ്രദീപ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ, ശബരിമല ദർശനത്തിനായി ഇന്ന് വീണ്ടും എത്തിയ രേഷ്മയും ഷാൻലിയും പോലീസ് മടക്കി അയച്ചു. പുലർച്ചെ ദർശനത്തിനായി എത്തിയ ഇരുവരെയും പോലീസ് നിലയ്ക്കലിൽ തടഞ്ഞിരുന്നു. ഒരാഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് പോലീസ് ഇരുവരെ മടക്കി അയക്കുന്നത്. ബുധനാഴ്ച മല കയറാനെത്തിയ ഇവരെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് നിർബന്ധിച്ച് തിരിച്ചിറക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പമ്പയിൽ നിന്നും സുർജിത്ത് ചേരുന്നു. സുർജിത്ത്, നിലവിൽ ഇവരെ എങ്ങോട്ടാണ് പോലീസ് കൊണ്ടുപോയിരിക്കുന്നത്? പമ്പയിലായാലും പരിസര പ്രദേശങ്ങളിലായാലും കാര്യങ്ങളെല്ലാം പൊതുവെ സമാധാനപരമല്ലേ? രഞ്ജിനി, പുലർച്ചെ 4:30 രേഷ്മയും അതോടൊപ്പം തന്നെ ഷാൻലയും 6 സുഹൃത്തുക്കൾക്കൊപ്പം 2 കാറുകളിലായി നിലയ്ക്കലിലെത്തിയത്. തുടർന്ന് ശബരിമല ദർശനത്തിനായി പോലീസിന്റെ സഹായം ഇവർ അഭ്യർത്ഥിച്ചു. മതിയായ സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിലത്തെ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ ശബരിമലയിൽ പ്രതിഷേധക്കാരുണ്ട്. സ്വാഭാവികമായും അത് സുഗമമായ രീതിയിലുള്ള ദർശനത്തെ സാരമായ രീതിയിൽ ബാധിക്കും എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇവർ ശബരിമലയിലേക്ക് എന്ത് വില കൊടുത്തും പോകും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ പമ്പ വരെ സംരക്ഷണം
നൽകാം, അതിനപ്പുറത്തേക്ക് സംരക്ഷണം നൽകുക അപ്രായോഗികം എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. ഇതേ തുടർന്ന് 1.5 മണിക്കൂറോളം ഇവരുമായി പോലീസ് സംഘവും അതോടൊപ്പം തന്നെ ദേവസ്വത്തിൻ്റെ അധികാരികളും ചർച്ച നടത്തി. ഇതേ തുടർന്ന് ഇവർ പിന്നീട് തിരിച്ചു പോകുന്ന ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഇവർ പ്ലാപ്പള്ളിയിൽ ഇപ്പോൾ തങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എരുമേലി ഭാഗത്തേക്കാണ് ഇവർ പോയിരിക്കുന്നത്. പ്ലാപ്പള്ളിയിൽ തങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. വീണ്ടും ദർശനത്തിനെത്താനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല പോലീസും മറ്റുള്ളവരും. നേരത്തെ കഴിഞ്ഞ 16-ാം തീയതി, അതായത് ബുധനാഴ്ചയാണ് ഇവർ നേരത്തെ ശബരിമല ദർശനത്തിനായി ഇവിടേക്ക് ഒരു തവണ ഒരു ശ്രമം നടത്തിയത്. ഇവർ ഇവിടെ എത്തിയ ശേഷം പമ്പയിൽ നിന്നും ഏതാണ്ട് ഒരു 200 മീറ്ററോളം മുകളിലേക്ക് കയറി. പക്ഷേ ആ ഘട്ടത്തിൽ ചെളിക്കുഴി എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് വെച്ച് പ്രതിഷേധക്കാർ തടയുന്ന സമീപനം സ്വീകരിക്കുകയായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ വലിയ അളവിലുള്ള പ്രതിഷേധം ഉണ്ടായി. തുടർന്ന് മടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം വീണ്ടും കൂടുതൽ പ്രതിഷേധക്കാർ എത്തുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ട ഒരു ഘട്ടം വന്നു. ഈ സമയത്ത് ഇവരെ നിർബന്ധപൂർവ്വം രേഷ്മയെയും ഷാൻലിയെയും പോലീസ് മടക്കി അയച്ചു. 4:30 കൂടിയാണ് ഇവർ നിലയ്ക്കലെത്തിയത്. എന്തായാലും മണ്ഡലം മകരവിളക്ക് കാലത്തിന് സമാപനം കുറിച്ച് നാളെ ശബരിമല നട അടയ്ക്കും. വിവാദങ്ങളിൽ മുങ്ങിയ ശബരിമലയിൽ നടവരവിൽ 100 കോടിയുടെ കുറവ്. 36.27% കുറവാണ് മൊത്തത്തിലുണ്ടായത്. വരുമാനക്കുറവ് സർക്കാർ പരിഹരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ദേവസ്വം ബോർഡ് കണക്കിൽ നടവരവിൽ ഇതുവരെയുണ്ടായ കുറവ് 99.02 കോടി രൂപ. മണ്ഡലകാലത്താകെയും മകരവിളക്ക് കാലത്ത് ജനുവരി 16 വരെയുമുള്ള കണക്കാണിത്. ഇനി 4 ദിവസത്തെ കണക്കുകൂടി വരാനുണ്ട്. വരുമാനം കഴിഞ്ഞ വർഷം 273 കോടി, ഈ വർഷം 174.07 കോടി. കുറവ് മകരവിളക്ക് കാലത്ത് 36.7 കോടി, മണ്ഡലകാലത്ത് 62.32 കോടി. കഴിഞ്ഞ വർഷം മകരവിളക്ക് കാലത്ത് 18 ദിവസത്തിൽ 99.74 കോടി രൂപ ലഭിച്ചപ്പോൾ ഇക്കുറി 63 കോടി രൂപ മാത്രം. മകരവിളക്ക് ദിവസത്തെ വരവിൽ മാത്രം 67 ലക്ഷത്തിന്റെ കുറവ്. ഈ ദിവസങ്ങളിൽ കാണിക്കയിനത്തിൽ മാത്രം കുറഞ്ഞത് 7.82 കോടി രൂപ. വരുമാനത്തിലെ കുറവ് സർക്കാർ പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിന്റേത്. കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റാണ് അതിനുള്ള ഗ്യാരണ്ടി. ആ പൈസയുടെ പ്രശ്നത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ആ പ്രശ്നം പരിഹരിക്കും എന്ന് അദ്ദേഹം ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. യുവതീ പ്രവേശന വിവാദം, ശബരിമലയിലെ പ്രതിഷേധം, നിരോധനാജ്ഞ തുടങ്ങിയ കാരണങ്ങളാൽ ഭക്തരുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് നടവരവിനെ ബാധിച്ചത്. ശബരിമലയിലെയും ശബരിമല റൂട്ടിലെയും കച്ചവടക്കാർക്കുള്ള നഷ്ടത്തിന്റെ കണക്ക് വേറെയാണ്. നടവരവിലെ കുറവിന് കണക്കുണ്ട്. ഭക്തരുടെ എണ്ണം കുറഞ്ഞത് കേരളത്തിനാകെ ഉണ്ടാക്കിയ സാമ്പത്തിക നഷ്ടത്തിന് കൃത്യമായ കണക്കില്ല. സാധാരണ നിലയിൽ ഭക്തർ എത്തുമായിരുന്നെങ്കിൽ അവർ ഇവിടെ ചിലവഴിക്കുന്ന ദിവസങ്ങളിൽ ചിലവാക്കുമായിരുന്ന തുക കൂടി കണക്കാക്കുമ്പോൾ നഷ്ടത്തിന്റെ ഗ്രാഫ് കുത്തനെ മേലേക്കുയരും. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ നിധിനൊപ്പം ആർ കിരൺ ബാബു, ന്യൂസ് 18. വീണ്ടും വാർത്തകളിലേക്ക്. മതസാമുദായിക നേതാക്കളെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടുവെന്നാരോപിച്ച് മലയാളി അടങ്ങുന്ന 3-അംഗ സംഘത്തെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശി മുഹദാസിം എന്ന തസ്ലീം അടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത്. അഫ്ഗാൻ സ്വദേശി വാലി മുഹമ്മദും പിടിയിലായിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ മതസാമുദായിക നേതാക്കളെ വധിക്കാൻ സംഘം പദ്ധതിയിട്ടതായി പോലീസ് വിലയിരുത്തുന്നു. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചുപൂട്ടിയ തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിലെ ആരാധന ഭരണകാര്യങ്ങളെപ്പറ്റി യാക്കോബായ വിഭാഗം ഇന്ന് തീരുമാനമറിയിക്കും. രേഖാമൂലം കളക്ടറെയാണ് തീരുമാനമറിയിക്കുക. തർക്കം നിലനിൽക്കുന്ന പള്ളിയിൽ നിന്ന് ഇരുവിഭാഗങ്ങളോടും പിൻവാങ്ങാൻ കളക്ടർ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ ഓർത്തഡോക്സ് തൃശൂർ ഭദ്രസനാധിപൻ യൂഹനാൻ മാർ മിലിത്തിയോസ് ഉൾപ്പെടെ 120ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ BJP വിരുദ്ധ റാലി ഇന്ന് കൊൽക്കത്തയിൽ നടക്കും. കോൺഗ്രസ് ഉൾപ്പെടെ 14 പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിക്കുന്ന ഐക്യ ഇന്ത്യൻ റാലിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നേരിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, DMK നേതാവ് MK സ്റ്റാലിൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ റാലിയിൽ പങ്കെടുക്കും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന റാലിയിൽ CPM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ പങ്കെടുക്കുന്നില്ല. MLA-മാരെ അടർത്തി മാറ്റാൻ BJP നീക്കം തുടരുന്നതിനിടെ കർണാടകയിലെ 76 കോൺഗ്രസ് MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റി. ബംഗളൂരുവിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. 4 കോൺഗ്രസ് MLA-മാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നുവെങ്കിലും നിലവിൽ JDS കോൺഗ്രസ് സർക്കാരിന് ഭീഷണിയില്ല. ആദ്യം BJP MLA-മാർ ഗുഡ്ഗാവിൽ, ഇപ്പോൾ കോൺഗ്രസ് MLA-മാർ ബംഗളൂരുവിലെ റിസോർട്ടിൽ.
കർണാടകയിലെ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുകയാണ്. നിശ്ചയിച്ചതിനും 2 മണിക്കൂറിന് ശേഷം ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ 75 MLA-മാർ പങ്കെടുത്തു. 4 MLA-മാർ യോഗത്തിനെത്തിയില്ല. ഇതിൽ ബി നാഗേന്ദ്ര, ഉമേഷ് യാദവ് എന്നിവർ എത്താൻ കഴിയില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചു. രമേശ് ജാക്രിഹോളി, മഹേഷ് കുമ്മത്തലി എന്നിവർ മുംബൈയിലുണ്ടെന്നാണ് സൂചന. ഇവർ പാർട്ടി നേതൃത്വത്തെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. നിലവിൽ സർക്കാരിന് പ്രതിസന്ധിയില്ലെങ്കിലും MLA-മാരെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ BJP ഇപ്പോഴും നീക്കം നടത്തുന്നുവെന്ന് വ്യക്തമായതോടെ നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം MLA-മാരെ DK ശിവകുമാറിന്റെ ഉടമസ്ഥയിലുള്ള റിസോർട്ടിലേക്ക് മാറ്റി. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ നരേന്ദ്രമോദിയും അമിത്ഷായുമാണെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചു. ಎಲ್ಲರೂ ಕೂಡ ಹೇಳ್ತಾ ಬಂದಿದ್ರು ಇದೆಲ್ಲ ಸುಳ್ಳು, ಯಾವ MLA-ಗಳು ಕೂಡ ಬಿಜೆಪಿ ಜೊತೆ ಹೋಗಿಲ್ಲ, ಬಿಜೆಪಿಯವರೇ ಇದನ್ನ ಹುಟ್ಟಾಕ್ತಾ ಇದ್ದಾರೆ. 4 MLA-മാർ വിട്ടുനിന്നതോടെ JDS കോൺഗ്രസ് സർക്കാരിന് ഭരിക്കാൻ അവകാശമില്ലാതായതായി BS യെദ്യൂരപ്പ പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വടക്കൻ കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി അടുത്ത മാസം അവസാനത്തോടെ വീണ്ടും കൂടിക്കാഴ്ച നടത്തും. വൈറ്റ് ഹൌസാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം സിംഗപ്പൂരിൽ ട്രംപ് ആദ്യ കൂടിക്കാഴ്ച ചരിത്രത്തിൽ ഇടം നേടിയിരുന്നു. വടക്കൻ കൊറിയയിൽ നിന്നുള്ള മധ്യസ്ഥൻ കിം യോങ് ചോൾ വൈറ്റ് ഹൌസിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിലുള്ള രണ്ടാം കൂടിക്കാഴ്ച ഫെബ്രുവരി അവസാനത്തോടെ നടക്കുമെന്ന് വൈറ്റ് ഹൌസിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പുണ്ടായത്. വടക്കൻ കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ കത്ത് മധ്യസ്ഥൻ ട്രംപിന് കൈമാറി. ആണവ പരീക്ഷണങ്ങളിലൂടെ ലോകത്തെ മുൾമുനയിൽ നിർത്തിയ വടക്കൻ കൊറിയയുമായി US കടുത്ത ശത്രുതയാണ് പതിറ്റാണ്ടുകളായി പുലർത്തി വന്നത്. ട്രംപ് അധികാരത്തിലെത്തിയതോടെ വടക്കൻ കൊറിയയുമായി യുദ്ധം തന്നെ നടന്നേക്കാമെന്ന സാഹചര്യവുമുണ്ടായി. എന്നാൽ കഴിഞ്ഞ വർഷം ജൂണിൽ സിംഗപ്പൂരിൽ വെച്ച് ഇരു രാഷ്ട്ര തലവന്മാരും കൂടിക്കാഴ്ച നടത്തി. ആണവ നിരായുധീകരണത്തിന് സഹകരിക്കാമെന്ന ഉറപ്പ് കിം ജോങ് ഉൻ ട്രംപിന് നൽകിയതോടെ ശത്രുത സൗഹൃദത്തിന് വഴിമാറി. നിരായുധീകരണ നടപടികൾ വടക്കൻ കൊറിയ വേഗത്തിലാക്കണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പലതവണ ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ കിം ജോങ് ഉൻ സ്വീകരിക്കുന്നതായാണ് റിപ്പോർട്ട്. മധ്യസ്ഥൻ വഴി ട്രംപിന് കൈമാറിയ കത്തിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ശത്രുപക്ഷത്തുള്ള തെക്കൻ കൊറിയയിലേക്ക് കിം ജോങ് ഉൻ കഴിഞ്ഞ വർഷം സന്ദർശനം നടത്തിയതും ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. വടക്കൻ കൊറിയയ്ക്ക് ചൈനയുമായി മാത്രമാണ് മേഖലയിൽ ശക്തമായ സൗഹൃദമുണ്ടായിരുന്നത്. കിം ജോങ് ഉന്നിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ചുവടുവെപ്പുകൾ കൊറിയൻ ഉപദ്വീപിൽ സമാധാനത്തിനുള്ള പുതിയ വാതിലുകൾ തുറക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയുടെ തെക്കൻ ഭാഗമായ സിദി സാഹിബ് മേഖലയുടെ നിയന്ത്രണം പിടിച്ചെടുത്തതായി ട്രിപ്പോളി പ്രൊട്ടക്ഷൻ ഫോഴ്സ് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലിബിയൻ സർക്കാരിന്റെ സേനാ വിഭാഗമാണ് ട്രിപ്പോളി പ്രൊട്ടക്ഷൻ ഫോഴ്സ്. വിമതരും പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി കഴിഞ്ഞ കുറച്ചു നാളുകളായി സംഘർഷം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും 41 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.